ഹലോ, നമസ്കാരം. ഞാനിന്ന് ഒരു വ്യത്യസ്തപരമായിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു മേഖലയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പം കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ മാത്രം നമ്മൾ നോക്കുക. അപ്പം അവിടെ വസ്തു ഡെവലപ്പ് ചെയ്യുക, വസ്തു വ്യത്യസ്തപരമായിട്ട് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോഴത്തെ ചേട്ടന്മാരൊക്കെ ചെയ്യുന്ന പോലെ വെറുതെ പ്ലോട്ട് പൊട്ടിച്ച് കൊടുത്താൽ പോരാ, വസ്തു വ്യത്യസ്തപരമായിട്ട് ഡെവലപ്പ് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ പറയുന്നത് സ്പോർട്സ് ടൂറിസം. ഇത് വലിയൊരു മേഖലയാണ്. നമ്മൾ പിന്നെ ഇന്ത്യയിൽ 150 അല്ലെങ്കിൽ 140 കോടി ജനങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. നമ്മളാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം. ഓക്കെ, നമ്മുടെ പ്രധാനമന്ത്രി ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒളിമ്പിക്സിലെ റാങ്ക് എത്രാം സ്ഥാനമാണ് നമ്മുടെ ഒളിമ്പിക്സിലുള്ളത്? അപ്പം ഇപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം എടുത്താൽ നമ്മൾ മനസ്സിലാവും അത് ചൂലാണ്. അപ്പോൾ ഇപ്പം തന്നെ പല യുവാക്കളുടെ ഒരു കൂട്ടായ്മ ഞാൻ കാണുന്നു. പലരും സ്വന്തമായിട്ട് നമ്മുടെ സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക. നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളും ക്ലീൻ ചെയ്യുന്നു. ഇപ്പം ഞാൻ വൈകുന്നേരം രാത്രിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചേട്ടൻ, എൻ്റെ അടുത്തൊരു വ്യാപാര സ്ഥാപനത്തിലുള്ള ചേട്ടൻ, സെക്യൂരിറ്റി ഗാർഡാണ് പുള്ളി. ഞാൻ ഒരു ബസ്സിൽ ഇറങ്ങിയിട്ട് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ മുന്നിലൂടെ പുള്ളി റോഡിലോട്ട് പിന്നെ 2 പഴത്തൊലി വലിച്ചെറിഞ്ഞു, MC റോഡ്. അപ്പോൾ ഇത് വളരെ മോശമായിട്ടുള്ള കാര്യം. ഇത് ഇങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മുടെ ഒരു ജനസംഖ്യ ഉണ്ടെങ്കിൽ അവിടെ നമ്മളെ ഹ്യൂമൻ ക്യാപിറ്റലിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ജനങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അവരെ മികച്ച ഒളിമ്പിയൻസ് ആക്കുക. അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പല പ്രശസ്തിയും നേടിക്കൊണ്ടുവരും, ഒളിമ്പിക്സിൽ റാങ്ക് വരും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത പല സംഭവങ്ങൾ നമ്മുടെ നാട്ടിലിവിടെ കൊണ്ടുവരണം. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇപ്പം നിങ്ങൾ റഗ്ബി എന്ന് പറഞ്ഞൊരു സ്പോർട്ടുണ്ട്. അത് പെണ്ണുങ്ങളുടെ കളിയാണെങ്കിലും ആണുങ്ങളുടെ കളിയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫൈനൽ വരാൻ ചാൻസ് ഉള്ള 2 ടീം ആരൊക്കെയാണെന്നറിയാം. ഒന്ന് ന്യൂസിലൻഡും മറ്റൊന്ന് സൗത്ത് ആഫ്രിക്കയാണ്. അവർ തമ്മിലാണ് മിക്കപ്പോഴും ഫൈനൽ വരുന്നത്. അപ്പം അതുപോലെ തന്നെ ഓസ്ട്രേലിയ, അങ്ങനെ പല ടീമുകളുമുണ്ട്. നമ്മുടെ നാട്ടിൽ നല്ലൊരു ഫിലിം സിറ്റി ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ഒരു ഗോൾഫ് അക്കാഡമി ഉണ്ടോ? നമ്മുടെ നാട്ടിലൊരു റഗ്ബി അക്കാഡമി ഉണ്ടോ? അപ്പോൾ നമ്മുടെ നാട്ടിൽ ബേസ്ബോളുണ്ടോ? ബേസ്ബോളിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്, എത്ര പ്രചാരണം ആൾക്കാർ കൊടുക്കുന്നുണ്ട്. വളരെ അൺഫോർച്ചുനേറ്റ്. ഈ മേഖലയൊക്കെ നമ്മൾ പഠിക്കണം. ഹോക്കിയിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഹോക്കി സ്റ്റേഡിയങ്ങൾ വരണം. ഈ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ കിട്ടാനായിട്ടുള്ള മേഖലയെന്ന് പറയുന്നത് കോട്ടയം, പത്തനംതിട്ട ജില്ലയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ജില്ലയിലെ റബ്ബർ തോട്ടങ്ങൾ കംപ്ലീറ്റായിട്ട് അതൊക്കെ സ്പോർട്സ് ടൂറിസത്തിനും സ്റ്റേഡിയത്തിനും, പിന്നെ ഓഫീസ് സ്പേസ് ക്യാമ്പസ്, IT പാർക്ക് വേറെ, ഓഫീസ് സ്പേസ് ക്യാമ്പസ് വേറെ. കാരണം ഇപ്പം ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ഒക്കെ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാലേ അവിടെയൊക്കെ എത്ര ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്നത്. ഗൂഗിൾ അവിടെ വന്ന് ക്യാമ്പസ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി അത്രയും പ്രയത്നിക്കുകയാണ്, ചന്ദ്രബാബു നായിഡു. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് നമ്മൾ ഒരു രാഷ്ട്രീയക്കാരെ തിരഞ്ഞെടുത്ത് വിടുമ്പോൾ നമ്മൾ കേരളത്തിൽ കൂടുതൽ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാവണം. കാരണം ഇന്ന് കേന്ദ്ര സർക്കാർ ബജറ്റിൽ ഏറ്റവും കൂടുതൽ വിഹിതം കൊടുക്കുന്ന ആർക്കാണ്?
ഒന്ന് ബീഹാർ എന്ന സംസ്ഥാനത്തിനും ഒന്ന് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തിനുമാണ്. കാരണം എന്താ, ഈ രണ്ട് പാർട്ടികൾ, ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയുമാണ് കേന്ദ്രത്തിലെ BJP സർക്കാരിനെ, NDA സർക്കാരിനെ താങ്ങി നിർത്തുന്നത്. അവരുടെ സപ്പോർട്ടില്ലെങ്കിൽ BJPക്ക് ഇവിടെ അധികാരമില്ല, ഭരണമില്ല കേന്ദ്ര സർക്കാരിൽ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ നിന്നും ഒരു 10 സീറ്റുള്ള ഒരു പ്രാദേശിക 10 ലോക്സഭാ സീറ്റുള്ള 15 ലോക്സഭ, ഇനിയും സീറ്റുകളുടെ എണ്ണം കൂടുകയാണ്, 1.5 മടങ്ങ് കൂടുകയാണ്. ഇപ്പോൾ 20 ലോക്സഭാ സീറ്റെന്നുള്ളത് പിന്നെ 30 ലോക്സഭാ സീറ്റാകും അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക്. വനിതാ പ്രാതിനിധ്യം വരികയാണ്, ലോക്സഭയിലും വരും നിയമസഭയിലും വരും. പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ BJPയോട് ഒരു ഭരണത്തിന് ഇത് ഒന്നും പാടില്ല. ആരും തൊട്ടുകൂടായ്മ ഒന്നും രാഷ്ട്രീയത്തിലില്ല. ഭരണം കിട്ടുന്ന കക്ഷി നമ്മുടെ പാർട്ടി. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ കൂടെ നിന്നിട്ട് സംസ്ഥാനത്തിന് വേണ്ട വിഹിതം ബജറ്റിൽ നേടിയെടുക്കുക. അതായിരിക്കണം നമ്മുടെ ജനങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമേ വോട്ട് ചെയ്യുക, അങ്ങനെ പാടില്ല. കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുക, BJP ആണ് ഭരിക്കുന്നതെങ്കിൽ BJPയെ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് വിട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് കൂടുതലും പത്തനംതിട്ട, കോട്ടയം ജില്ലകൾ കേന്ദ്രീകരിച്ചിട്ട് റബ്ബർ തോട്ടങ്ങളെ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ഇവിടുത്തെ റബ്ബർ തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഉപയോഗമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുന്നത് നമ്മുടെ റബ്ബർ തോട്ടങ്ങളുള്ള സ്ഥലങ്ങളിലാണ്. അത് വേറെ കാര്യം, അതൊരു നല്ല കാര്യം. പക്ഷേ എങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്പോർട്സ് ടൂറിസം, സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻ ചെയ്യുക. വ്യത്യസ്തപരമായിട്ടുള്ള ഒളിമ്പിക്സിൽ ഗെയിംസ് കിട്ടുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ന്യൂസിലൻഡിലും സൗത്ത് ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉള്ള സ്പോർട്സുകൾ, അവിടുത്തെ സ്പോർട്സ് വിദഗ്ധന്മാരെ വേണമെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു അവർക്ക് സാലറി കൊടുത്തിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ പഠിപ്പിക്കൂ. നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതൽ കായിക താരങ്ങൾ ഇവിടെ ഇന്ത്യയിൽ വളർന്നു വരണം. നമ്മുടെ ഇന്ത്യക്കും ഒളിമ്പിക്സിൽ നല്ലൊരു സ്ഥാനം കിട്ടണം. അപ്പോൾ ഫുട്ബോളിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട്, ചില ഫുട്ബോൾ അക്കാഡമികളുണ്ട്, അതൊക്കെ നല്ല കാര്യം, വെരി ഗുഡ്. പക്ഷേ നമ്മൾ വേറെ സ്പോർട്സിൽ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ട് സ്പോർട്സിൽ ഇന്ത്യയെ ഒന്നാമതാക്കുക. എല്ലാ വിധത്തിലുള്ള ഒളിമ്പിക്സ് ഗെയിംസിലും എന്നിട്ട് നമ്മുടെ കായിക താരങ്ങൾക്ക് നമുക്ക് വേണ്ട പരിഗണനയും അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് ദ ഹ്യൂമൻ ക്യാപിറ്റൽ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ട് അവരെ വളർത്തി അവരിലൂടെ രാജ്യത്തിന് യശസ് കൊണ്ടുവരിക, പ്രശസ്തി കൊണ്ടുവരിക, ഇന്ത്യയെ നമ്പർ 1 അപ്പോഴാണ് ആവുന്നത്. പിന്നെ വേണ്ടത് നമ്മുടെ സിവിക് സെൻസ്, മറ്റു കാര്യങ്ങളെല്ലാം അത് ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ നിന്നും പഠിക്കേണ്ടതാണ്, കുടുംബത്തിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ പഠിക്കേണ്ടതാണ്. ഓക്കെ, വെരി ഗുഡ്. അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ അങ്ങനെയുള്ള എല്ലാ വിധത്തിലും നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നമ്മൾ പരിഗണന കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ പരിഗണന കൊടുക്കുക. അങ്ങനത്തെ ഉള്ള വേൾഡിലെ ഏതൊക്കെ സംഭവങ്ങളുണ്ടോ, ഏതൊക്കെ ഇൻഡെക്സ് ഉണ്ടോ, അതൊക്കെ ശരി. നമ്മൾ നമ്മുടെ രീതിയിൽ അതിൽ ഒന്നാം സ്ഥാനം നേടിയെടുക്കുക. അപ്പോഴാണ് നമ്മളെ തേടി മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വരും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ലോകത്തിൽ ഒന്നാമതാകുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ രൂപയുടെ മൂല്യം വർദ്ധിക്കും. രൂപയുടെ മൂല്യം ഇപ്പോൾ ഏകദേശം 100-നടുത്താണ് നിൽക്കുന്നത്. ആ 100 96 എന്നുള്ള രീതിയിൽ നിൽക്കുന്ന രൂപ ഒരു 60 മാറ്റുക. അപ്പോൾ നിങ്ങൾ അന്നപ്പോൾ ചിലപ്പോൾ ചിന്തിച്ചേക്കും, നമുക്ക് കൂടുതൽ പർച്ചേസിങ് പവർ കിട്ടുകയാണ്, ഇന്ത്യക്കാർക്ക് കൂടുതൽ പർച്ചേസിങ് പവർ കിട്ടുകയാണ്, മറ്റ് സാധനങ്ങൾ കുറച്ചുകൂടി അഫോർഡബിളാണ്.
ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ എക്സ്പോർട്ട് കുറയുമോ? ഇല്ല, ഒരിക്കലും കുറയത്തില്ല. കാരണം നമ്മൾ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സിലാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഇവിടുന്ന് നല്ല ഒന്നാം തരം വേൾഡ് ക്ലാസ് ഇപ്പം മത്സ്യം, സീ ഫുഡ് അല്ലെങ്കിൽ മത്സ്യങ്ങൾ നമ്മുടെ ഓഷ്യനിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് കിട്ടുന്നു. അതിന് വളരെ ഡിമാൻഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം ഡിമാൻഡുള്ള മീനുകളാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാ വിധത്തിലും ടോപ്പ് ക്ലാസ് പ്രോഡക്ട്സ് ഇവിടുന്ന് ഉണ്ടാക്കുക. നമ്മുടെ കോയർ മാറ്റ്സ് ആണെങ്കിലും ആലപ്പുഴയിൽ നിന്നൊക്കെയാണല്ലോ മാറ്റ്സൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലത്തെ പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുക. അപ്പം നമ്മൾ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി സാധനം ഇവിടുന്ന് കൊടുത്താൽ നമ്മൾ പ്രീമിയം പ്രൈസിങ് വെച്ചിട്ട് അത് വിൽക്കാൻ സാധിക്കും. നമ്മുടെ ബ്രാൻഡിങ് തന്നെയല്ല, നമ്മൾ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി സാധനം ഇവിടുന്ന് വിൽക്കാൻ സാധിക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലും നമ്മളെ വില നോക്കാതെ സാധനം മേടിക്കുന്ന അവസ്ഥ വരും. നമ്മൾ ഒരു ട്രംപിൻ്റെ ഭീഷണിയോ ട്രംപിൻ്റെ താരിഫോ ഒന്നും പേടിക്കേണ്ടി വരത്തില്ല. കാരണം നമ്മൾ ടോപ്പ് ക്ലാസ് സാധനമാണ് കൊടുക്കുന്നത്, ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനമാണ് കൊടുക്കുന്നതെങ്കിൽ ആൾക്കാരതിന് പൈസ മുടക്കാൻ തയ്യാറാണ്. മനസ്സിലായി? ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും പൈസ മുടക്കാൻ തയ്യാറാണ്. അവരത് വില കൊടുത്ത് മേടിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ചക്കയ്ക്കൊക്കെ എന്നാ ഡിമാൻഡാണ്. നമ്മുടെ പ്ലാവുകൾ വെച്ചാൽ തന്നെ നട്ടാൽ തന്നെ നല്ലൊരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ടൂറിസ്റ്റുകൾക്കൊക്കെ ചക്ക ഇഷ്ടമാണ്. അപ്പോൾ അത് പ്ലാവിൻ്റെ കൃഷി വളരെ നല്ലതാണ്. അപ്പോൾ അതുപോലെ ഓരോ മേഖലയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് അവരോടൊക്കെ സംസാരിച്ച് ഡിസ്കഷൻ നടത്തി അതൊക്കെ ഓരോ ഗവൺമെൻറ് പോളിസികളും ഇവിടുത്തെ വലിയ ഓൺട്രപ്രണേഴ്സും സാധാരണക്കാരായ ഓൺട്രപ്രണേഴ്സും എല്ലാം ബിസിനസ്സുകാരെല്ലാം ചെയ്യേണ്ടതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങൾ ഒരിക്കലും ഇങ്ങനെ വെറുതെ ഇടാൻ പാടില്ല. റബ്ബർ കൃഷി പോലെ റബ്ബർ കൃഷി അങ്ങോട്ട് എന്നിട്ട് അങ്ങ് ഉപേക്ഷിക്കുന്ന രീതിയിലാണ് അത്. നമുക്ക് വഴിയിൽ ഒരു കോർണറിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കട തുടങ്ങും. അപ്പോൾ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു കട തുടങ്ങി നോക്കൂ. അപ്പോൾ അവിടുത്തെ ഒരു ജംഗ്ഷൻ വികസിക്കുകയാണ്. അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് വരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ പച്ചക്കറി കട വരുന്നു, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോർ വരുന്നു, അല്ലെങ്കിൽ ഒരു കാറിൻ്റെ കാർ സ്പാ വരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ബസ് റൂട്ട് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി സംഭവം എന്തൊക്കെ നമ്മൾ ചിന്തിക്കാവോ. നമ്മൾ ചെറിയ എക്സ്പെരിമെൻ്റ് ചെയ്യുക. അവിടെ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു കൗണ്ടർ, അല്ലെങ്കിൽ ഒരു കൊറിയറിൻ്റെ സെൻറ്റർ, ഒരു ATM ഇവയൊക്കെ വരുന്നു, ഒരു ഫ്ലവർ ഷോപ്പ് വരുന്നു, അല്ലെങ്കിൽ ഒരു ഫ്ലവർ നഴ്സറി വരുന്നു, അപ്പോൾ ഒരു കഫേ വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ സ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തുക. അല്ലാതെ ഇങ്ങനെ ആർക്കും വേണ്ടാത്തുള്ള രീതിയിൽ ഇട്ടേക്കുന്നത്. അത് കൂടുതൽ NRIസിനോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സ്ഥലം ഇട്ടേക്കുന്ന അവർക്കൊരു ഐഡിയ ഇല്ല. ഇഷ്ടംപോലെ കാശുള്ളവരായിരിക്കും, അവർക്ക് സ്ഥലം വേണ്ടാത്ത ആൾക്കാരായിരിക്കും. നമ്മൾ കൃഷി മാത്രമല്ല നമ്മുടെ ഇക്കോണമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ട. കൃഷി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് അഗ്രികൾച്ചർ, ഓർഗാനിക് പച്ചക്കറി, വെജിറ്റബിൾ കൃഷി, ഓർഗാനിക്കായിട്ട് നമ്മൾ ഓർഗാനിക് വളങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് പച്ചക്കറി കൃഷി ചെയ്തിട്ട് നിങ്ങൾ കോട്ടയം, തിരുവല്ല, ചങ്ങനാശ്ശേരി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെറിയൊരു സൊസൈറ്റി പോലെ ഒരു ചെറിയ റൂം എടുത്തിട്ട് അവിടെ ഈ ഉൽപ്പന്നങ്ങൾ ചെറിയ ടൗണിൽ നിന്നൊക്കെ ഉള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന്, ചെറിയ പഞ്ചായത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുക. അതാണ് വേണ്ടത്. അപ്പോൾ അതും പ്രോസസ്സ് ചെയ്ത് വിൽക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറി ചിലപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കട്ട് ചെയ്ത്, എനിക്കറിയത്തില്ല എങ്ങനെയാണ്, പക്ഷേ നമ്മൾ കൂടുതലും വളരെ ഹൈ ഡിമാൻഡാണ് നമ്മൾ കാണുന്നത്. കാരണം എല്ലാ ആൾക്കാരും ജോലിക്ക് പോകുന്നു,
അവർക്ക് ഈ വലിയ വലിയ ടൗണുകളിലൊക്കെ കൃഷിയൊന്നുമല്ല ജോലികൾ. അപ്പോൾ ഫ്ലാറ്റിലുള്ളവരോടും എനിക്കിതാ പറയാനുള്ളത്, നിങ്ങൾക്കൊരു ബാൽക്കണി ഉണ്ടെങ്കിൽ അവിടെ ഒരു കിച്ചണോട് ചേർന്ന് ബാൽക്കണി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ടെറസിൽ ഒരു സ്വല്പം പച്ചക്കറി കൃഷി നിങ്ങൾ തന്നെ ഉള്ള ടൗണുകളിലും സിറ്റികളിലും എല്ലാം തുടങ്ങാം. അതുപോലെ തന്നെ സ്പോർട്സ് ടൂറിസമാണ് ഏറ്റവും വേണ്ടത്. അങ്ങനെയാണ് ഒരു ടൗൺ ഡെവലപ്പ് ചെയ്യുന്നത്. മനസ്സിലായി? ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള സ്പോർട്സ്, കായിക ഇനങ്ങൾ, പിന്നെ ഓഫീസ് സ്പേസ്, ക്യാമ്പസ്, അതുവരെ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് എല്ലാ നാടും വികസിക്കുന്നത്, എല്ലാ നാടും ഡെവലപ്ഡ് ആവുന്നത്. അപ്പോൾ അതായിരിക്കണം നമ്മുടെ രാജ്യത്തോടുള്ള ഏറ്റവും വലിയ കടമ. കാരണം നമ്മുടെ നാട് വികസിക്കുന്നതാണ് ഏറ്റവും വലിയ പേട്രിയോട്ടിസം. നമ്മുടെ സ്വന്തം നാട്, സ്വന്തം ഹോം ടൗൺ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്രത്തോളം നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ ഒക്കുന്നു. അപ്പോൾ അതാണ് ശരിക്കുള്ള പേട്രിയോട്ടിസം എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ ഏറ്റവും വലിയ സ്കോപ്പുള്ള ഈ റബ്ബർ തോട്ടങ്ങളൊക്കെ ലീസിന് എടുത്തിട്ട് ഗോൾഫ് കോഴ്സോ ഒക്കെ പണിയാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വികസനം വരുന്നത്. മനസ്സിലായി? നമ്മുടെ കേരളത്തിലെ ആൾക്കാർ നമ്മുടെ നാട് വിട്ടുപോവുകയാണ്. അപ്പം അതിന് പകരം ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ, നേഴ്സുമാരൊക്കെ അവരൊരു 10-20,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപയ്ക്ക് അവർ ശമ്പളം, ഒരു മിനിമം ശമ്പളത്തിന് വേണ്ടി അവർ സമരം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാണ്. ഇത്രയും വലിയ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചാണ് വരുന്നത്, കേരളത്തിലും ഇന്ത്യയിലും. കാരണം മണിപ്പാൽ ഉൾപ്പെടെ ഏത് വലിയ പിന്നെ ഹോസ്പിറ്റൽ ചെയിൻ എടുത്ത് നോക്കി, അവരടുത്ത ഹോസ്പിറ്റലിനെ ബൈ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ പ്രൈവറ്റ് ഇക്വിറ്റി, ഫാമിലി ഓഫീസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓരോ പ്രത്യേക പെൻഷൻ ഫണ്ടോ അങ്ങനെയൊക്കെയുള്ള കമ്പനികൾ വഴി ഇവിടെ ഇന്ത്യയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടം പോലെ പൈസ ഉള്ള ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിലോ അവരെല്ലാം വിദേശ ഫണ്ടാണ് അവിടെ വരുന്നത്. അല്ലാതെ സംശയമില്ല. വിദേശ ഫണ്ടെന്ന് പറഞ്ഞാൽ FCRA പോലെയുള്ള ഫണ്ടല്ല, ഇത് ഡയറക്റ്റ് ഫോർ പ്രോഫിറ്റ്. ഇവിടുത്തെ യുദ്ധം വരെ നിശ്ചയിക്കുന്നവരാണ്. നമ്മൾ പല വീഡിയോകളും കണ്ടു കഴിഞ്ഞു. ഇവിടുത്തെ ഡിഫൻസ് കമ്പനികൾ, അവർ യുദ്ധം ഏറ്റവും ആഗ്രഹിക്കുന്ന ആരാണെന്നറിയോ? ഡിഫൻസ് കമ്പനികളാണ്. കാരണം അവിടെ യുദ്ധ സംഭവങ്ങളെല്ലാം വിറ്റുപോകണം. ഏറ്റവും കൂടുതൽ യുദ്ധം ആഗ്രഹിക്കുന്ന ഡിഫൻസ് കമ്പനികളാണ്. ഈ ഡിഫൻസ് കമ്പനികൾ സർക്കാരുകൾക്കും മിലിറ്ററിക്കും യുദ്ധത്തിൻ്റെ ഇത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും പിന്നെ ഈ യുദ്ധ സാമഗ്രികൾ വിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ഇത് സാധാരണയായിട്ട് കേൾക്കുന്നൊരു സംഭവമാണ്. ഇപ്പം പാകിസ്ഥാനിലെ ഒരു ആർമി അല്ലെങ്കിൽ ഒരു തീവ്രവാദ ഗ്രൂപ്പിലെ ആൾ ഇന്ത്യയെ തകർത്ത് കളയാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കുകയാണ്. അത് ചിലപ്പോൾ ഈ ഡിഫൻസ് കമ്പനിയുടെ ഉടമകൾ പറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവർ തമ്മിലെല്ലാം ഒരു അന്തർധാരയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ജൂയിഷ് റബ്ബിയുടെ വീഡിയോ ഞാൻ കണ്ടതാണ്. അതിനകത്ത് പുള്ളി പറയുന്നത് വളരെ വാസ്തവമാണ്. ഏറ്റവും കൂടുതൽ യുദ്ധം ആഗ്രഹിക്കുന്ന ഡിഫൻസ് കമ്പനികളാണ്. ഈ ഡിഫൻസ് കമ്പനികളിലാണ് അമേരിക്കയെ ഉൾപ്പെടെ പല രാജ്യത്തെയും ബൈഔട്ട് ചെയ്യാൻ സാധിക്കുന്ന വിവിധ വലിയ ഫണ്ട് മാനേജ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അവർ പണം ഇറക്കിയിരിക്കുന്നത് മുഴുവൻ ഈ വലിയ ഇങ്ങനത്തെ കമ്പനികളിലാണെന്ന്. അപ്പോൾ അവർക്കാണ് ഏറ്റവും വലിയ ഹോൾഡ്. ഏത് സർക്കാരിനെ അവർക്ക് അട്ടിമറിക്കാം.
മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ട്രംപൊക്കെ അവരുടെ കയ്യിലുള്ള ഒരു ഉപകരണം മാത്രമാണ്. അപ്പം ഡിഫൻസ് കമ്പനികൾക്ക് അവരുടെ യുദ്ധോപകരണങ്ങൾ വിൽറ്റ് തീരണം. അപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത അനുയായി വരെ ഈ ഇറാനിലെ യുദ്ധം തുടങ്ങുന്നതിനൊരു ഒരാഴ്ച മുമ്പ് വരെ പുള്ളിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസിൽ ചെന്നിട്ട് കൂടുതൽ ഡിഫൻസ് കമ്പനികളിലേക്ക് പുള്ളിയുടെ ഫണ്ടുകൾ മാറ്റാൻ പറ്റുമോ, അവരുടെ ഷെയറിലേക്ക് പുള്ളിയുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷണം നടത്തിയായിട്ടാണ് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ വരെ. അപ്പോൾ അതങ്ങനെ നടക്കും. അത് എല്ലാവരും തമ്മിലൊരു അന്തർധാരയുണ്ട്. തീവ്രവാദികളും ഡിഫൻസ് കമ്പനികളും പിന്നെ മിലിറ്ററികളും എല്ലാം തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഹ്വാനം ചെയ്യുക, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. നമുക്ക് വേണ്ടത് എവിടെയാണ്? നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പല വിദേശ സർക്കാരുകൾ അധികം അവർ ഇപ്പം സ്വിറ്റ്സർലൻഡോ എനിക്കറിയില്ല, അങ്ങനത്തെ യൂറോപ്യൻ നേഷൻസിൽ ഏതോ അവർ കൂടുതൽ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ പരിസരത്തൊന്നും യുദ്ധം അടുപ്പിക്കത്തില്ല. കാരണം അങ്ങനെയാണ് ഓരോ സർക്കാരും പൈസ ഉണ്ടാക്കുന്നത്. അവർ പല രീതിയിൽ പൈസ ഉണ്ടാകും. പക്ഷേ അവരുടെ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിലും ക്വാളിറ്റി ഓഫ് ലൈഫിലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലും എല്ലാം അവർ ഒന്നാം സ്ഥാനത്താണ്. ഫിൻലൻഡ് പോലും താഴോട്ട് അങ്ങനെ ഓരോ ഏറ്റവും ടോപ്പ് 10 നിൽക്കുന്ന രാജ്യങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ യുദ്ധം ആവശ്യമുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനെ നമ്മൾ ഇന്ത്യയിലെ സർക്കാർ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ സ്ത്രീകളെയും കുട്ടികളെയും വരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണത്. അവരുടെ ഏറ്റവും വലിയ വരുമാനം തന്നെ കഞ്ചാവ് കൃഷിയാണ്. കഞ്ചാവ് കൃഷിയിലൂടെ അവർ വരുമാനം നേടി അവർ പിന്നെ ഈ ഡിഫൻസിലെ ഓരോ പടക്കോപ്പുകൾ എല്ലാം മേടിക്കുന്നു. എന്നിട്ട് അവർ അമേരിക്കയിൽ ഉള്ള സൈനികർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാം വളരെ നല്ലതായിരുന്നു, ഒരു കുഴപ്പമില്ല. അവിടെ യുദ്ധം ഉണ്ടായി, അവിടെ ഒരു സമാധാനം വന്നു. പക്ഷേ അവിടുത്തെ സൈനികർക്ക് US സൈനികർക്ക് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം ബുദ്ധിമുട്ടായപ്പോൾ അവരുടെ ഫാമിലി അവരെ പിരിഞ്ഞ് അമേരിക്കയിലുള്ള അവരുടെ ഫാമിലി അവരെ പിരിഞ്ഞിരിക്കുമ്പോൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് അമേരിക്കൻ സർക്കാർ അവിടുത്തെ അഫ്ഗാനിസ്ഥാനിലെ സൈനികരെ പിൻവലിക്കുന്നത്. അതിനുശേഷം അഫ്ഗാനിസ്ഥാൻ്റെ സ്ഥിതി എന്തായെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി, മനസ്സിലായി. ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള സ്ഥിതിയാണ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴുള്ളത്. ഇറാനിലൊന്നും അല്ല യുദ്ധം വേണ്ടത്. ഇറാനിൽ യുദ്ധം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ രീതിയിൽ ചെയ്യണം. പക്ഷേ ഏറ്റവും കൂടുതൽ അട്ടിമറിക്കപ്പെടേണ്ടത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എന്ന് പറഞ്ഞ ഭരണകൂടമാണ്. നമ്മളവരെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അവിടുത്തെ സ്ത്രീകളും കുട്ടികളുമൊക്കെ പണ്ട് എനിക്ക് തോന്നുന്നു 1960-കളിലായിരിക്കും അവർ വളരെ സ്വാതന്ത്ര്യത്തോടെ നടന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ ഇറാൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യം ബഹുമാനിക്കുന്ന, വ്യക്തി സ്വാതന്ത്ര്യം ബഹുമാനിക്കുന്ന സർക്കാരുകളാണ് നമുക്ക് വേണ്ടത്. അത് അഫ്ഗാനിസ്ഥാനിൽ ഉൾപ്പെടെ അവിടെയാണ്. അഫ്ഗാനിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ യുദ്ധം വേണ്ടത്. അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിപ്പിച്ച് അവിടെയും സമാധാനവും സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ വളരണം. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നൊരു സമൂഹമായിട്ട്, രാജ്യമായിട്ട് അഫ്ഗാനിസ്ഥാൻ മാറേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി രാജ്യങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് ഇനിയും ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളത് ചെയ്യേണ്ട കടമ നമുക്കുണ്ട്. സോഷ്യലി റെസ്പോൺസിബിളായിട്ടുള്ള രാജ്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, ഗുഡ് ബൈ ഫോർ നൗ.